യുദ്ധക്കരുത്തിൽ ഇന്ത്യ ലോകമഹാശക്തി എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി നമ്മൾ ഉണ്ടാക്കിയ വ്യോമ പ്രതിരോധമായിരുന്നു ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ മിസൈലുകൾ എത്താതെ അവരെ ആകാശത്ത് തകർത്തത്. തുർക്കിയും ചൈനയും പാകിസ്ഥാന് നൽകിയ ഡ്രോണുകളെ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വ്യോമ പ്രതിരോധം ഉപയോഗിച്ച് തകർത്തു. ഇതിലൂടെ പാകിസ്ഥാനെ മാത്രമല്ല ആ ആയുധങ്ങൾ ഉണ്ടാക്കി പാകിസ്ഥാന് നൽകിയ രാജ്യങ്ങളെ കൂടി നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തദ്ദേശീയ ആയുധങ്ങളുടെ ലോകശക്തി കാണിച്ചു തന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നമ്മുടെ സ്വന്തം മണ്ണിൽ ഉണ്ടാക്കിയ ലോകോത്തരമായ ബ്രഹ്മോസ് മിസൈൽ ആയിരുന്നു പാകിസ്ഥാന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചത്. ഒരു പാകിസ്ഥാൻ സിവിലിയനെ പോലും കൊല്ലാതെ കൃത്യമായ ബ്രഹ്മോസ് മിസൈലുകൾ ലക്ഷ്യം നേടുകയായിരുന്നു. ആയുധങ്ങളുടെ ലോകശക്തി കാണിച്ചു തന്നു എന്നും മേക്ക് ഇൻ ഇന്ത്യ വിജയമെന്നും കാൺപൂരിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇസ്രയേലും അമേരിക്കയും റഷ്യയും ചൈനയും ഇന്ത്യൻ മെയ്ഡ് മിസൈലുകളുടെ കൃത്യത മനസ്സിലാക്കി. വെറും 70 മണിക്കൂർ മാത്രമേ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനായിട്ടുള്ളൂ. അപ്പോഴേക്കും വെടിനിർത്താൻ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു വരികയായിരുന്നു. കൈകൾ ഉയർത്തി ആയുധം താഴെ വെച്ച് പരാജയം സമ്മതിച്ചാൽ വീണ്ടും അവരെ ആക്രമിക്കുന്നത് യുദ്ധനീതിയും ധർമ്മവുമല്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമായി UP ഇതിനകം മാറിയിരിക്കുന്നു എന്ന് മോദി പറഞ്ഞു. ഹൈവേകൾ, റെയിൽവേകൾ, വിമാനത്താവളങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും UP അതിവേഗം പുരോഗമിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കിഴക്കൻ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലേക്കുള്ള മെച്ചപ്പെട്ട എക്സ്പ്രസ് വേ കണക്ടിവിറ്റി, ഒന്നിലധികം റെയിൽവേ ക്രോസിംഗുകൾ മൂലമുണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾക്കുള്ള ദീർഘകാല പരിഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെ കാൺപൂരിലെ വരാനിരിക്കുന്ന അടിസ്ഥാന സൗകര്യ നവീകരണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പുതിയ എലിവേറ്റഡ് റെയിൽ ഇടനാഴി ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലക്നൌവിൽ നിന്ന് ഇപ്പോൾ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ വഴി നേരിട്ട് കണക്ടിവിറ്റി ഉണ്ടാകും. കാൺപൂർ ലക്നൌ എക്സ്പ്രസ് വേയും ഗംഗ എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കും. ഇത് സംസ്ഥാനത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കുള്ള യാത്രയിൽ ദൂരവും സമയവും ലാഭിക്കും. ഇതുവരെ ഫറൂഖാബാദ്, അൻവാർഗഞ്ച് ഭാഗത്തെ ഒറ്റവരി പാത കാരണം കാൺപൂരിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. 1-2 അല്ല 18 റെയിൽവേ ക്രോസിംഗുകൾ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ചിലപ്പോൾ ഒരു ഗേറ്റ് അടച്ചിരിക്കും, ചിലപ്പോൾ മറ്റൊന്ന്. ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് നിങ്ങൾ വളരെ കാലമായി ആവശ്യപ്പെടുന്നു. ഇപ്പോൾ 1000 കോടി നിക്ഷേപിച്ച് ഇവിടെ ഒരു എലിവേറ്റഡ് റെയിൽ ഇടനാഴി നിർമ്മിക്കാൻ പോകുന്നുവെന്നും മോദി വ്യക്തമാക്കി. നിക്ഷേപത്തിന് ഇന്ന് ഉത്തർപ്രദേശ് അഭൂതപൂർവവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ദരിദ്രർക്കായുള്ള ക്ഷേമ പദ്ധതികൾ സുതാര്യമായി നടപ്പിലാക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതിന് സർക്കാർ മധ്യവർഗത്തോടൊപ്പം നിൽക്കുന്നു. ഈ വർഷത്തെ ബജറ്റിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനം പൂർണ്ണമായും നികുതി രഹിതമാക്കിയിട്ടുണ്ട്. ഇത് ദശലക്ഷക്കണക്കിന് മധ്യവർഗ കുടുംബങ്ങളിൽ പുതിയ ആത്മവിശ്വാസവും ശക്തിയും പകർന്നു. സേവനത്തിനും വികസനത്തിനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയോടെ ഞങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. തുടർന്ന് നരേന്ദ്രമോദി ബീഹാറിലെ കാരകത്തിൽ ഇന്ന് 48,520 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. 29,930 കോടി രൂപയുടെ നബിനഗർ സൂപ്പർ തെർമൽ പവർ പ്രോജക്ടിന്റെ 2ാം ഘട്ട വികസനവും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാന റോഡ് അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഉദ്ഘാടനവും സന്ദർശനത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.